ഹലോ നമസ്കാരം എവരി വൺ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പേളി മാണിയുടെ ക്രിഞ്ച് ഫെസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഒരുപാട് പേര് മലയാളത്തിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലേ. പക്ഷേ പേളി മാണിയുടെ ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചില്ലായി കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. വരുന്ന ഗസ്റ്റിനെ നല്ലതുപോലെ കയ്യിലെടുക്കാൻ പേളി മാണിക്കറിയാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈയിടെ ഞാൻ ധ്രുവിൻ്റെയും രജിഷ വിജയൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കാണുമായിരുന്നു. ഓവറായിട്ട് ഭയങ്കരമായിട്ട് ചളി അടിച്ചിട്ടാണ് പേളി മാണി ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പറയുന്ന ആളുകൾക്ക് സ്പേസ് കൊടുക്കുന്നില്ല, അതിനിടയ്ക്ക് ശ്രീനെയും കുട്ടികളെയും തള്ളിക്കയറ്റുന്നു. ഇതൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ വന്നിരിക്കുന്ന വ്യക്തിക്ക് നമ്മളൊരു വില കൊടുക്കണം. അവരൊരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മെയിനായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ വില കൊടുത്തിട്ട് വേണം സംസാരിക്കാനായിട്ട്. പക്ഷേ എനിക്ക് പേളിയുടെ ചില സമയത്ത് കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ഇത്രയ്ക്ക് എന്തിനാണ് ചളി അടിക്കുന്നതെന്ന് തോന്നിപ്പോവും. ഒരുമാതിരി മുഖം കൊണ്ടുള്ള എക്സ്പ്രഷൻസും ഒരുമാതിരി ചളിയടി എനിക്കിങ്ങനെ കാണുമ്പോൾ തൊലി ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നും. ഭയങ്കര ബോറാണിത്. പേളി മാണിയുടെ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്യുന്ന കാണാം. പേളിക്ക് എങ്ങനെയുള്ളവർ വേണമെങ്കിലും കയ്യിലെടുക്കാൻ അറിയാം, ഇൻട്രോവേർട്ടുകളെയൊക്കെ തൻ്റെ രീതിയിലാക്കും, അങ്ങനെ പേളി മാണിയെ പ്രേസ് ചെയ്തിട്ടുള്ള കമൻറ്റുകൾ. ബിഗ് ബോസ് തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി, ഒരു പേഴ്സണായിരുന്നു പേളി മാണി. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ കാണിക്കുന്നത് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനിടയിൽ ഞാൻ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ ഭയങ്കര മെച്ചോർഡായിട്ട് ആണ് ആൻസർ പറഞ്ഞത്. പേളി മാണിയുടെ ഈ ചളി അടിക്കും ക്രിഞ്ച് ഫെസ്റ്റിനൊന്നും ധ്യാൻ ശ്രീനിവാസൻ കൂടെ നിന്നില്ല. ആ ഇൻ്റർവ്യൂവിൽ പേളി മാണിക്ക് അത് നല്ല കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ പേളി ആ ഒരു രീതിയിൽ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസനെ മുന്നോട്ടുള്ള ഇൻ്റർവ്യൂവിൽ കൈകാര്യം ചെയ്തതും. അതുപോലെ അൽത്താവും ഫഹദ് ഫാസിലുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യാലിറ്റി കാണുന്നതായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് പേളി മാണി തൻ്റെ ഇൻ്റർവ്യൂ കൈകാര്യം ചെയ്യുന്നത്. കുറച്ചുകൂടെ പ്രൊഫഷണൽ ആകാം എന്നെനിക്ക് തോന്നി. എന്ന് വെച്ച് ഒരു സെലിബ്രിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ അവരെ ഭയങ്കര ജീനിയസ് ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവരെ കംഫർട്ടാക്കി വെക്കുക തന്നെ വേണം. അതൊരു ഇൻ്റർവ്യൂവറിൻ്റെ ഉത്തരവാദിത്തമാണ്, അതവരുടെ കഴിവാണ്. എന്ന് വെച്ച് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ബേസിക് റെസ്പെക്റ്റ് കൊടുക്കണം. ചിലപ്പോൾ ആ സെലിബ്രിറ്റിയും അത് എൻജോയ് ചെയ്യുന്നുണ്ടാവാം. എന്നിരുന്നാൽ പോലും ഓവർ ക്രിഞ്ചാക്കാതെ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണലിസം കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്ത് തന്നെയാണെങ്കിലും എന്നോട് ഷെയർ ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.